നമസ്കാരം. ഒരു വ്യക്തിയിൽ നല്ല സമയവും മോശം സമയവും ഉണ്ടാകുന്നതാണ്. നല്ല സമയം അഥവാ ഒരു കോടീശ്വരയോഗ തുല്യമായ ഫലങ്ങൾ, ധനപരമായ ഉയർച്ച അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങളിലേക്ക് ആ വ്യക്തി കടക്കുന്നതായ സാഹചര്യത്തിൽ ആ വ്യക്തികളിൽ പ്രധാനമായും പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളുണ്ടാകും. അതല്ലെങ്കിൽ ചില മാറ്റങ്ങൾ അവരിൽ പ്രകടമായി തുടങ്ങും. ചില കാര്യങ്ങൾ അവർ പുതുതായി ചെയ്യുവാൻ ആരംഭിച്ചു എന്ന് വരാം. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാനായി പോകുന്നത്. നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. കൂടാതെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ്. അതോടൊപ്പം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ചെയ്യുക. ആ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങൾ ഇപ്രകാരമാണ്. അതിനു മുന്നോടിയായി ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആ ലക്ഷണങ്ങളിൽ ആദ്യത്തേതായ ലക്ഷണം നിങ്ങളുടെ കണ്ണ് തുടിക്കുന്നു എന്നതാണ്. കണ്ണ് തുടിക്കുന്നത് ഏറ്റവും ശുഭകരമായ സൂചനയാണ്. പ്രധാനമായും നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്നു. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. പണം കൈകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നെല്ലാം അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ ഓരോ കണ്ണിനും പ്രത്യേകതകളുണ്ട്. സ്ത്രീകൾക്ക് ഇടത്തെ കണ്ണ് തുടിക്കുന്നതാണ് ശുഭം. ഇടത്തെ കണ്ണ് തുടിക്കുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലത്തെ കണ്ണാണ്. പുരുഷന്മാരുടെ വലത്തെ കണ്ണ് തുടിക്കുന്നത് ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ കൈ ചൊറിയുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. കൈകളിലേക്ക് പണം വന്നു ചേരാൻ പോകുന്നു, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ധനപരമായ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ഏവർക്കും അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ തന്നെ ഇപ്രകാരം കൈ ചൊറിയുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു സൂചനയാണ്. വന്നു ചേരാൻ പോകുന്ന അനുകൂലമായ സമയത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ ഈ കൈ ചൊറിയുന്നതായ അവസരത്തിലും കൈക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇടത് കൈ ചൊറിയുകയാണ് എങ്കിൽ അത് സ്ത്രീകൾക്ക് ശുഭകരമായി ഭവിക്കും എന്നാണ് പറയുക. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലത് കൈയാകുന്നു. അതിനാൽ ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ കോടീശ്വരയോഗം അഥവാ ധനം കൈകളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി നിങ്ങളുടെ ശിരസിൽ മുല്ല, റോസ് പുഷ്പങ്ങൾ വീഴുന്നതാണ്. മറ്റു പുഷ്പങ്ങളാണ് എങ്കിലും ആലില പൊഴിഞ്ഞ് ദേഹത്ത് വീഴുന്നതാണ് എങ്കിലും ശുഭകരമാണ്. അത് പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനത്തിന് പോകുന്നതായ അവസരത്തിലോ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതായ അവസരത്തിലോ ഇപ്രകാരം ശിരസിൽ വീഴുകയാണ് എങ്കിൽ ഇരട്ടി നേട്ടമാണ് അഥവാ ഇരട്ടി ഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഇതും ശുഭകരമായ ഒരു സൂചനയാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം കാക്കയുമായി ബന്ധപ്പെട്ടാണ്. കാക്ക വീടുകളിൽ വരുന്നത് പോലും ശുഭകരമാണ്. പിതൃക്കളുമായി ബന്ധപ്പെട്ടും സാക്ഷാൽ ശനിദേവനും മഹാദേവനുമായി ബന്ധപ്പെട്ടും പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും കാക്ക വീടുകളിൽ വരികയും കാക്ക കുഴിക്കുന്നതായി അഥവാ കുഴി കുഴിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാഭാഗ്യം തന്നെ കടന്നു വരാൻ പോകുന്നു. ചെയ്യുന്ന പ്രവൃത്തികൾ മൂലമോ അപ്രതീക്ഷിതമായോ ധനപരമായോ അല്ലെങ്കിൽ ധനത്തെ നിങ്ങളുടെ കൈവശം എത്തിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. കാക്ക മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളോ അതല്ല ധാന്യങ്ങൾ, പുഷ്പങ്ങൾ കൊത്തിക്കൊണ്ടുവന്ന് വീടുകളിൽ ഇടുകയാണ് എങ്കിലും ശുഭകരമായ സൂചനയായി തന്നെ പരാമർശിക്കാം. ആ വീടുകളിൽ സൗഭാഗ്യം നിറയാൻ പോകുന്നു. അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് മറ്റേതെങ്കിലും തരത്തിൽ
നേട്ടങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം ഉപ്പനുമായി ബന്ധപ്പെട്ടാണ്. ഉപ്പൻ എന്ന പക്ഷി വീടുകളിൽ വരുന്നത് പോലും ഏറ്റവും ശുഭകരമായ സൂചനയാണ്. വീടുകളിൽ വന്നു ചേരുന്ന സൗഭാഗ്യത്തെ ലക്ഷ്മി നാരായണ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് പോലും ഏറ്റവും അനുകൂലമായ കാര്യമാണ്. ഉപ്പൻ നിങ്ങളെ നോക്കി ശബ്ദമുണ്ടാക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മഹാഭാഗ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. കൂടാതെ ഉപ്പൻ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ശബ്ദമുണ്ടാക്കുകയോ നിങ്ങൾ നേരിൽ കാണുകയോ ചെയ്യുന്നതും ഏറ്റവും വിശേഷമാണ്. നിങ്ങളുടെ കൈവശം ധനം വന്നു ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ ഭാഗ്യം അനുകൂലമാകാൻ പോകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം ധനപരമായ നേട്ടങ്ങൾ, ഭാവിയിലാണ് എങ്കിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു. അതിനാൽ തീർച്ചയായും ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ അഥവാ വിഷ്ണു ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. ഭാഗ്യസൂക്തം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് പറയുന്നതിന് മുൻപ് തന്നെ നടക്കുന്നതായ സാഹചര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകുള്ളൂ എന്നതാണ് വാസ്തവം. എന്നാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ ആഗ്രഹം നടക്കുന്നതായ സാഹചര്യം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ ആ കാര്യങ്ങൾ നടക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നടക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഇത്ര വേഗം നടന്നതിൽ മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നാം. അത് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങളുടെ ധനപരമായതോ മറ്റ് നേട്ടങ്ങളുടെയോ സൂചനയാകുന്നു. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കുവാൻ സാധിക്കും. ബ്രാഹ്മമുഹൂർത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് തനിയെ ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ, മറ്റാരും വിളിക്കാതെ തന്നെ ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനത്താലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താലോ കുലദേവത കടാക്ഷത്താലോ ഇപ്രകാരം സംഭവിക്കാം. അതിനാൽ തീർച്ചയായും ഇപ്രകാരം ഉണരുവാൻ സാധിക്കുന്നത് പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ കാര്യങ്ങളുടെ സൂചനയാണ്. ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. ഒരു വ്യക്തിക്ക് പകൽ സമയങ്ങളിൽ കൂടുതലായും ആക്റ്റീവ് ആകാൻ സാധിക്കുന്നു. ചുറുചുറുക്കോടെ ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു. ഏതൊരു കാര്യത്തെയും ഇത്തരത്തിൽ സമീപിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ സൂചനയാണ്. വന്നു ചേരാൻ പോകുന്ന മഹാഭാഗ്യത്തെ, അനുകൂലമായ ഫലങ്ങളെ, ധനപരമായ നേട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങൾ എല്ലാം കാണണം എന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭാഗ്യസൂക്തം നിങ്ങൾ വഴിപാടായി നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. എന്നാൽ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുമ്പോൾ പലരും ചെയ്തു പോകുന്ന ഒരു തെറ്റാണ് ഈ കാര്യം പലരോടും പറയുക എന്നത്. സുഹൃത്തുക്കളോടും വേണ്ടപ്പെട്ടവരോടുമെല്ലാം ഈ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നതാണ്. ഇപ്രകാരം പറയുന്നു എങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ആ ഭാഗ്യം പോലും സൗഭാഗ്യം പോലും നഷ്ടമാകും. അല്ലെങ്കിൽ ലഭിക്കേണ്ടതായ ആ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.